ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് മറ്റുള്ളവരോട് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പലരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലായിരിക്കാം. ചിലർ നോ കോൺടാക്റ്റിലായിരിക്കാം, ചിലർ കോൺടാക്റ്റിലുള്ള പേഴ്സൺസ് ആയിരിക്കാം, ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ മറ്റുള്ളവരോട്, അതായത് ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സിനോടായിരിക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാമിലിയിലുള്ളവരോടായിരിക്കാം, എങ്ങനെയാണ് അവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിയെ വിചാരിക്കുക, വളരെ പോസിറ്റീവായിട്ട് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. Eight of Cups, Three of Cups, Wheel, Ace of Pentacles, Ace of Wands, രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് സോർഡ്സ്, എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, സെവൻ ഓഫ് കപ്സ്, ലവേഴ്സ്, സിക്സ് ഓഫ് സോർഡ്സ്, ടെൻ ഓഫ് കപ്സ്, ഫോർ ഓഫ് വാൻഡ്സ്, ഫൂൾ. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ കറൻ്റ്ലി നോ കോണ്ടാക്റ്റ് ആയിട്ടൊക്കെ ഉള്ള വ്യക്തികളുടെ ഒരു എനർജി ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോയി എന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിപ്പോയി എന്നായിരിക്കാം, നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയി എന്നായിരിക്കാം, നിങ്ങൾ തമ്മിലിപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ പ്രസൻ്റ്ലി ഇല്ല. അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള പഴയ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളായിരിക്കാം. പല കാര്യങ്ങളും റീകളക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകൾ വന്നു പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് നല്ല ഒരു രീതിയിലാണ് അവരാരോടാണെന്നുണ്ടെങ്കിലും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ അവരുടെ അടുത്ത സുഹൃത്തുക്കളോടോ, അല്ലാന്നുണ്ടെങ്കിൽ ബെസ്റ്റി ആയിട്ട് നിൽക്കുന്നവരോടോ, നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സിനോടോ ഒക്കെ ആരോട് വേണമെങ്കിലും ആവാം. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നല്ല കാര്യമാണുള്ളത്, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരോട് പറയുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മളിവിടെ എടുത്ത് കാണേണ്ടുന്ന ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെക്കുറിച്ച് യാതൊരു അറിവും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ എന്താണ് വിചാരിക്കുന്നത്, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, എന്താ നിങ്ങളുടെ ഒരു സാഹചര്യം, ഒന്നും അവർക്ക് അറിയണം ഉണ്ടാവില്ല. കാരണം ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ നിങ്ങളെ ഉറ്റുനോക്കുന്നുണ്ട്, നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മ്യൂച്വൽ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കുന്നുണ്ടാവും. കാരണം നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ട്. ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. നിങ്ങളിലേക്കാണ് ഈ ഒരു പേഴ്സൺ കൂടുതൽ ഒരു ഫോക്കസ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ സംസാരിക്കുന്ന ഫ്രണ്ട്സിനോടൊക്കെ ആണെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള മ്യൂച്വൽ ഫ്രണ്ട് ആണെങ്കിൽ അവരോടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴായിരിക്കാം അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെവിടെയാണ്, എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നൊക്കെ അറിയാൻ ഈ ഒരു വ്യക്തി ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഒരു ആക്ടിവിറ്റീസ് വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ ഈ ഒരു പേഴ്സൺ ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയും കൂടിയാണ്. കറൻറ്റ്ലി നിങ്ങൾ നോ കോൺടാക്റ്റിലില്ല, സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ അവർ നിങ്ങളെ ഉറ്റുനോക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു റീകൺസിലിയേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ ഈ അടുത്തായിട്ട് നമുക്ക് കമൻസിൽ ഒരുപാട് പേര് റീകൺസിലായി, അല്ലെങ്കിൽ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നതായിട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ പേഴ്സണൽ റീഡിംഗ് എടുത്തു പോയ 2-3 പേരാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഇന്നും കൂടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ, പറഞ്ഞ സമയത്ത് ആൾ തിരിച്ചു വന്നു, അല്ലെങ്കിൽ കൂടുതൽ ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ പലർക്കും
റിലേഷൻഷിപ്പിനകത്ത് ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ അകന്നു പോയ വ്യക്തികൾ തിരിച്ചു വരിക, മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന ഒരവസ്ഥയൊക്കെ ഇപ്പോൾ പലർക്കും കാണുന്നുണ്ട്. അത് പല രീതിയിൽ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കുറേ പേർക്കെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു എന്നറിഞ്ഞതിൽ. അപ്പോൾ നിങ്ങൾ ചിലർക്ക് റിസൾട്ട് കിട്ടാത്തവരും ഉണ്ടാവാം. തീർച്ചയായിട്ടും അതിൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും ആ ഒരു അനുഗ്രഹത്തോടു കൂടി നന്മയോടു കൂടി പോയിട്ടുള്ള ഒന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ഫലം ഉണ്ടാവും എന്നുള്ളത് തന്നെ ഉറച്ച് വിശ്വസിക്കുക. അപ്പോൾ നമ്മളുടെ കാലം, നമ്മളുടെ സമയം എല്ലാം എല്ലാത്തിനെയും ബാധിക്കുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതും കൂടി നമ്മളുടെ മനസ്സിലുണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് പറഞ്ഞതുകൊണ്ട് അതിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാം. മേ ബി അതായിരിക്കാം നമ്മൾ ഈയിടെ ചെയ്ത മിക്ക റീഡിങ്സിനകത്തും കൂടുതലായിട്ട് വന്ന റീഡിങ്സിനകത്തും പേഴ്സൺ ഒരുപാട് വരാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് റീസെൻ്റായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസങ്ങളായിട്ട് ഇത് തന്നെയായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. എടുക്കുന്ന വ്യക്തികളുടെ മുഴുവൻ അങ്ങനെയുള്ള ഒരു എനർജീസ് ഒരുപാട് കയറി വരുന്നുണ്ട്. മേ ബി നിങ്ങളും അത്രയും ചിലപ്പോൾ നമ്മളുമായിട്ട് അത്രയും എനർജി കണക്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഇപ്പോൾ എൻ്റെ റീഡിങ് നിങ്ങൾ കാണുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അത് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കണക്ഷൻ അവിടെ തന്നെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ് എടുത്തവരായിരിക്കും. അപ്പോൾ ആ ഒരു എനർജി കണക്ഷനൊക്കെ ഒന്നും കൂടി നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം, നമുക്ക് സ്ഥിരം കമൻറ്റ് തരുന്നവരായിരിക്കാം. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൻ്റെ എനർജി നമ്മൾ ഈ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു കണക്ഷൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപാട് പേർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിലവിൽ ഈ ഒരു പേഴ്സൺ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങളവരെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഹാപ്പി ആയിരുന്നു അവർ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നപ്പോൾ എന്നുള്ള കാര്യമൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് മറ്റുള്ളവരോട് അവർ ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളെപ്പറ്റി ഒരു വ്യക്തി നമ്മളില്ലാത്തൊരു സമയത്ത് മറ്റൊരാളോട് നല്ലത് പറയാന്ന് പറയുന്നത് അത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. പലരും ആ ഒരു വ്യക്തി ഉള്ളപ്പോൾ കേൾക്കാൻ വേണ്ടി പ്രശംസിച്ച് പലതും പറയുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഇല്ലാത്തപ്പോൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് മറ്റു 2 വ്യക്തികൾ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ആരുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു പുതിയ ഓഫറായിട്ട് വരാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, ഗിഫ്റ്റൊക്കെ തന്ന് നിങ്ങളെ സന്തോഷിപ്പിച്ച് ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലവർക്ക് ഇത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു പേഴ്സൺ ഇതൊരു ഫാമിലി ആയിട്ട് കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ഒരു ഡെപ്ത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ നല്ല രീതിയിൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഓൺ ആവാനായിട്ട് ഈ വ്യക്തി എന്ത് വേണമെങ്കിലും ചെയ്യാൻ റെഡിയായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അവർ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് റെഡിയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കണ്ടീഷനൊക്കെ വെച്ചിട്ട് പിരിഞ്ഞു പോയ വ്യക്തികളുണ്ടാവാം. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട് ആ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇനി ഇതിനകത്ത് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയതായിരിക്കാം. അപ്പോൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏത് തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും അവർ നിങ്ങൾക്കിപ്പോൾ കൂടുതൽ പ്രിഫറൻസ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടുത്തെ ആ ഒരു ലവേഴ്സ് എനർജിക്കകത്തും നമുക്ക് കാണാം 3 വ്യക്തികളെ. അപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തി ആരാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു കപടമുഖം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ഒരു ക്വാളിറ്റി ഒരു പേഴ്സൺ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താണോ അവരെ പിടിച്ച് നിർത്തിയിരുന്നത് അതിൽ നിന്ന് പുറത്തേക്ക് വരാനൊക്കെ ഈ ഒരു പേഴ്സൺ റെഡിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യം അതായിരിക്കാം. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉപേക്ഷിച്ച് എന്നിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിന് വരെ ഈ ഒരു പേഴ്സൺ റെഡി ആണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് കുറച്ച് കടമ്പകളുണ്ട്, നമുക്കിവിടെ കാണാം. കുറച്ച് കടമ്പകൾ ഉണ്ടെങ്കിൽ പോലും അത് ക്രോസ് ചെയ്ത് വരാനൊക്കെ ഈ ഒരു പേഴ്സൺ റെഡിയാണ്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങൾക്കിടയിലുള്ള വലിയൊരു പ്രശ്നം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ 2 പേരും 2 വഴിക്കാവാനുള്ള കാരണമെങ്കിൽ ചില സത്യങ്ങളൊക്കെ മനസ്സിലായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെയാണെന്നുണ്ടെങ്കിലും കാണാം അവർ കുറച്ച് ചോയ്സ് കാര്യങ്ങളുടെയൊക്കെ പുറകെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ അവർ തീർച്ചയായിട്ടും റിയലൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് ശരിയെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു റോങ് ഡിസിഷനിൽ റോങ് ചോയ്സിലേക്കൊക്കെ പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ശരിയല്ല, ഇങ്ങനെ പോയത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു പേഴ്സൺ അല്ല എന്നുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെക്കാളും പ്രാധാന്യം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന് കൊടുത്തു പോയൊരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ കറൻ്റ്ലി ഇവർ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ശരിയെന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതായിരിക്കാം.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി പൂർവാധികം ശക്തമായിട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓഫർ തരണം, ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരണം. ഇവിടെ നമുക്ക് ആ ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അത്രയും ആ ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ അട്രാക്ഷൻ എല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ആരോടാണോ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അവരോടും പറയുന്നുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് വിട്ട് കളയാൻ കഴിയില്ല, ഞാൻ ഈ ഒരു വ്യക്തിയിലേക്ക് തന്നെ ഇത് മടങ്ങിപ്പോകും, അല്ലെങ്കിൽ അവരെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരണം. ചിലപ്പോൾ നിങ്ങൾ തിരിച്ചു വരുമോ ഈ ഒരു പേഴ്സണിലേക്ക് എന്നുള്ളത് ഇവർക്ക് അറിയില്ലായിരിക്കാം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അവർക്ക് അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറിയാത്തതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ചിലപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും കൂടി പറഞ്ഞു വിടും, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡ് അറിയാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതിനകത്തേക്ക് വരണം എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അവർ ഇനിയും വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മറ്റുള്ളവരോട് തീർച്ചയായിട്ടും പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ആത്മസുഹൃത്തിനോടായിരിക്കാം. അപ്പോൾ ആരോടാണെന്നുണ്ടെങ്കിലും ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഒരു വാല്യൂ അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ശരിയെന്ന് ഉള്ള ഒരു തിരിച്ചറിവിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാം ആ ഒരു 10 ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു സ്നേഹം, അറ്റാച്ച്മെൻറ്റ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ, ഇവർ രണ്ടുപേരും പരസ്പരം മുഖം നോക്കിയിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അത്രയും ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത്രയും ആ ഒരു ഇൻറ്റിമസിയിലേക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണം. ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 4 ഓഫ് വൺസ് എനർജിയാണ്, റീകൺസിലിയേഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചില കേസസിൽ അത് ട്വിൻ ഫ്ലെയിം എനർജി ആണെന്ന് പോലും പറയാറുണ്ട്. അത്രയും ആ ഒരു ഡീപ്പ് അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും കാണിക്കുന്ന ഒരു എനർജിയാണ്, ആ ഒരു സെലിബ്രേഷൻ ഒക്കെയാണ്. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ മാരേജ് നടത്താനുള്ള സിറ്റുവേഷൻ വരെ വന്നിട്ട് അകന്നു പോയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാരേജ് ഓഫറായിട്ടൊക്കെ തന്നെ ഈ ഒരു പേഴ്സൺ വരാം, അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ആയിരിക്കാം. അതുപോലെ സ്ട്രോങ് ആയിട്ട് ഒരു ഉറപ്പ് തരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കാനായിട്ട് പോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങൾക്ക് ഒരു അഷുറൻസ് തരും. അതിവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മൾ റീഡിംഗ് എടുത്ത് നോക്കുമ്പോൾ ആ ഒരു വ്യക്തി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു ഇൻഹിബിഷൻ ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഹായ് ഹലോ ഇട്ടൊക്കെ വരാൻ മാത്രമുള്ള ഒരു ഇൻറ്റൻഷനെ അപ്പോൾ ഉള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാ ഒരു കമ്മിറ്റ്മെൻറ്റും തന്ന് നിങ്ങളിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അത്രയും ഒരു സ്ട്രോങ് ഇമോഷണൽ മെൻറ്റാലിറ്റി ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ മറ്റൊരു വ്യക്തിയോട്, അവരുടെ മനസ്സിലുള്ളൊരു കാര്യം പോലും അല്ല നമ്മളിവിടെ പറയുന്നത്, അവർ മറ്റൊരു വ്യക്തിയോട് ഇത്രയും നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് വേണം, നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല, ഞാൻ അതിലൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് മുന്നോട്ട് പോകാൻ പോവുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അത്രയും ഡിറ്റർമിൻഡ് ആയതുകൊണ്ടാണ് അവരത് പറയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫുൾ എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് അവർ ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് വരഴുകയോ കാര്യങ്ങളോ ഒന്നും നോക്കാനായിട്ട് പോകുന്നില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ നോക്കി ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോയ ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്ന സമയത്ത് ഒഴിവായി പോയതായിരിക്കാം. അപ്പോൾ ഇനി അവർ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നോക്കി എല്ലാവരും തൃപ്തിപ്പെടുത്തി ഒന്നും ഇരിക്കാനായിട്ട് പോകുന്നില്ല. അവർ അവരുടെ ഇഷ്ടത്തിന്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത് അത് ചെയ്യാനായിട്ട് പോകുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവരുടെ ഒരു തോന്നൽ എന്താണോ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്താണോ അതിനകത്ത് വളരെ ഒരു പ്രാധാന്യമുണ്ട്. കാരണം മറ്റാരെയും അവർ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. കാര്യം ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു തരത്തിലാണ്. അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല, നിങ്ങളിലേക്ക് തിരിച്ചു വരണം, സ്ട്രോങ് റീകൺസിലിയേഷൻ വേണം, നിങ്ങളവരുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ കൂടെ കൂട്ടണം, നിങ്ങളില്ലാത്ത അവർക്ക് ഒരുപാട് മിസ്സിംഗ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് റെസനേറ്റ് ആവണമെന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളും ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഓരോ നിമിഷവും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലക്കിയാണ്. ആ ഒരു ടൈം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഇവർ പിന്നത്തേക്ക് വെക്കുന്ന എനർജിയോ പെൻഡിങ് എനർജിയോ ഒന്നുമല്ല, അത്രയും ഫാസ്റ്റായിട്ട് അവർ മറ്റൊന്നും ഇനി കാര്യമാക്കുന്നില്ല. എൻ്റെ ഡിസിഷനാണ് എനിക്ക് വലുത്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇനി വേറെ കാര്യങ്ങളൊന്നും ഓർത്ത് ബോധറാവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിനകത്തേക്ക് എടുത്ത് നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മിക്ക സോഡിയക് സൈൻസും ഉണ്ട്, എങ്കിലും വളരെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയക് സൈൻസ് എന്ന് പറയുന്നത് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജീസ്, ഏരീസ്, ലിയോ, സെജിറ്റേറിയസ്, അക്വേറിയസ് എനർജി വന്നിട്ടുണ്ട്, ടോറസ് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ 6, നമ്പർ 10, നമ്പർ 4 ഒക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞൊരു സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷേ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ചോദിക്കുന്നുണ്ട്,
എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് കണക്റ്റ് ആവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് വിചാരിക്കുന്നത് പോലെ നിങ്ങളും ആ ഒരു റീകൺസിലേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടി ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. ഇന്നൊരു കുറച്ചൊരു ഷോർട്ട് റീഡിംഗ് ആയിരുന്നു. അപ്പോൾ ഇനി മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്കിനി നാളെ കാണാം.